KL ടവറിലാണ് നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത്. ഇവിടെ ഏത് സ്ട്രീറ്റ് നോക്കിയാലും ഏത് റോഡ് നോക്കിയാലും അവിടെ എല്ലാം ഓരോ മരങ്ങളുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് KL ടവറിൻ്റെ മോളാണ്. ആ കാണുന്നതാണ് സ്കൈ ബോക്സ് 2. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കുറച്ച് മോണുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. KL ടവർ ഉണ്ട്, പിന്നെ 2-3 മോണുമെന്റ്സ് ഉണ്ട്, ചൈനീസ് ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഏരിയാസ്. ഇന്ന് നമ്മുടെ ഗേറ്റ് കം ഡ്രൈവർ ചേട്ടന് സുബ്രോ ചേട്ടന് കുറച്ച് ചേഞ്ചസ് ഉണ്ട്. പുള്ളിക്കാരന് കുറച്ച് മെഡിക്കൽ കാര്യങ്ങളുണ്ടായിരുന്നു, പുള്ളിക്ക് പോയിരുന്നു. സോ പുള്ളിക്കാരൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് ഷർമ്മ ചെയ്തുണ്ട്. ഷർമ്മ, ഹലോ. ഹായ് ഷർമ്മ. ഹലോ. സോ നമ്മുടെ ഫുൾ സപ്പോർട്ടും ഷർമ്മ ആണ് വരാൻ പോകുന്നത്. KL ടവറിലാണ് നമ്മൾ ഫസ്റ്റ് പോകാൻ പോകുന്നത്. KL ടവർ അതാണ് ഒബ്സർവേഷൻ ഡെസ്ക് അല്ലേ? ഒബ്സർവേഷൻ ഫേമസ് ഒബ്സർവേഷൻ ഡെസ്ക്. അത് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാം. സ്കൈ വാക്ക് ഉണ്ട്. സ്കൈ വാക്ക് മീൻസ് അവിടെ ഗ്ലാസ് ഫ്ലോ, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. സോ വാച്ച് ഇറ്റ്. ഗൈസ്, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഏത് സ്ട്രീറ്റ് നോക്കിയാലും ഏത് റോഡ് നോക്കിയാലും അവിടെ എല്ലാം ഓരോ മരങ്ങളുണ്ട്. മരങ്ങളെന്ന് വെച്ചാൽ 1-2 കൊണ്ട് വെച്ചേക്കട്ടെ, ഫുൾ ആ സ്ട്രീറ്റ് ഏരിയ ഫുൾ മരങ്ങൾ കൊണ്ട് വയ്ക്കുക. അതിൻ്റെ ഇൻബിറ്റ്വീൻ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നു. എനിക്കറിയാൻ കഴിഞ്ഞ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മരം അവർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ 10 മരം ആ പ്ലേസിൽ കൊണ്ട് വെക്കുന്നതാണ്. അത് നല്ല ഐഡിയ. ഇവിടെ 10 o'clock മോസ്റ്റ് ഓഫ് ദ ഷോപ്സ് ഓപ്പൺ ആവുന്നത്. 10 o'clock നൈറ്റ് ക്ലോസും ചെയ്യും. ഈ ഫ്രണ്ടിൽ കാണുന്ന ബിൽഡിംഗ് കുറച്ച് ഓൾഡ് ബിൽഡിംഗ് ആണ്. അതെല്ലാം ഓൾഡ് ബിൽഡിംഗ് ആണ്, ഓൾഡ് ബിൽഡിംഗ്. ഇവിടെ പിന്നെ ഡ്രൈവിംഗ് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് ആണ്. ഇപ്പോൾ KL ടവറിൻ്റെ എൻട്രിയിലാണ്. നമുക്ക് തന്നിരിക്കുന്ന ടിക്കറ്റ്, ഓൺലൈൻ ടിക്കറ്റ് സ്കാൻ ചെയ്യണം. സോനിയർ ഷോപ്സ് ഉണ്ട് ഇതേപോലെ തന്നെ. ഒബ്സർവേഷൻ ഡെസ്ക് വലിയ ഗുണമൊന്നുമില്ല. നമുക്ക് പോകണമെങ്കിൽ സ്കൈ ഡെക്കിൽ തന്നെ പോകണം. അത് ഞാൻ കണ്ടു, അത്രേ ഉള്ളൂ. ഇവിടെ കുറേ ചേട്ടന്മാരിൽ നിന്ന് നല്ല മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ല വൈബായിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ ഓരോ രാജ്യത്തിൻ്റെ ടവേഴ്സിൻ്റെ ഹൈറ്റ് കാണിച്ചിട്ടുണ്ട്. ടോക്കിയോ സ്കൈ ട്രീ 634 meters, കാൻറ്റോൺ ടവർ ചൈന 600 meters, CN ടവർ ടൊർണാഡോ കനഡ 553.3 meter. ഇതാണ് കോലാലംപൂരിൻ്റെ നമ്മുടെ ടവർ. നമ്മുടെ ടവർ 421 meters. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് KL ടവറിൻ്റെ മോളാണ്, അതായത് ഒബ്സർവേഷൻ ഡെസ്കിൻ്റെ മോളിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. ഇത്രയും പൊക്കത്തിൽ നമുക്ക് ഇതിൻ്റെ വ്യൂസ് കാണാം. അതായത് ഫുൾ മലേഷ്യൻ, ദൂരെ മലയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ബിൽഡിങ്സ് ഉണ്ടോ അതേ അത്രയും ചെടികളും മരങ്ങളും ഉണ്ട്. അതെ,
ഗൈസ് അത് ആ പൊക്കത്തിൽ കാണുന്ന ആ ബിൽഡിംഗ് ആണ് ഇനി സെക്കൻഡ് ലാർജസ്റ്റ് ഇതായിട്ട് എന്താ പറയുക ടാളസ്റ്റ് ബിൽഡിംഗ് ആവാൻ പോകുന്നത്. ബട്ട് സ്റ്റിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് അതിൽ പോകാൻ പറ്റും. താഴെ ഫുൾ പച്ചപ്പാണ്. ചുറ്റിനും ഈ ഒബ്സർവേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ബൈനോക്കുലേഴ്സ് വെച്ചിട്ടുണ്ട്. അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ നമുക്ക് ഏതെങ്കിലും ടോപ്പ് ഓഫ് ദ ബിൽഡിങ്ങിൻ്റെ അത്രയും വ്യൂസ് ആയിട്ട് കിട്ടും. അല്ലാതെ ഭയങ്കര ഒരു സംഭവമായിട്ടൊന്നും എനിക്ക് പറയാനില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ കണ്ട് നമ്മുടെ ഓൺ വിഷനിൽ കൂടെ കാണുന്ന ബിൽഡിങ്സ് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് മനോഹരമായിട്ട് തോന്നുന്നത്. ബൈനോക്കുലറിൽ കൂടെ കാണുന്ന ഒരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം അത് വലിയൊരു പുതുമയോ അല്ലെങ്കിൽ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയതില്ല. അപ്പോൾ നമുക്ക് സ്കൈ ഡെക്കിൽ കയറാൻ 271 അല്ല സോറി അത് 110. അപ്പോൾ നമ്മൾ ഇതിലാണ് നമ്മൾ അതായത് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, പിന്നെ ഇവിടെ ഓരോരോ ഇതുണ്ട്, ടവർ വാക്ക് ഉണ്ട്. ഒബ്സർവേഷൻ ഡെക്ക് നമ്മൾ ഓൾറെഡി കയറി. ഇത് ഇങ്ങോട്ട് 110 നമ്മൾ അഡീഷണൽ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ ഒന്നാം സ്ഥിതിക്ക് അത് കയറാതെ പോകുന്ന ശരിയല്ല. ഇനി നമ്മൾ സ്കൈ ഡെക്കിലേക്കാണ്. അവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അപ്പോൾ ഈ ഹോളിഡേ പാക്കേജ് എടുക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. ഒബ്സർവേഷൻ ഡെസ്ക് അവർ പാക്കേജ് തരുന്ന ഇതാണ്. 30 റിംഗറ്റാണ് അഡൾട്ട്സിന്. ഇത് വന്നിട്ട് 110 ആണ്. ഒബ്സർവേഷൻ ഡെസ്കിൽ മാത്രം പോയാൽ മതിയെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഫോട്ടോസ് അതേപോലെ കുറച്ച് ഒരു എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അഡീഷണൽ എമൗണ്ട് കൊടുക്കുക, സ്കൈ ഡെക്ക് എടുക്കുക, പോവുക. ആൻഡ് നമ്മൾ ലിഫ്റ്റിലോട്ട് കയറാണ്. സ്കൈ ഡെക്ക് ഇരിക്കുന്നത് ഈ TH05 അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് അഡീഷണൽ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ അഡീഷണൽ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ നോക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇൻ്റർനാഷണൽ ATM കാർഡ്, ഡെബിറ്റോ ക്രെഡിറ്റ് കാർഡ് ഇൻ്റർനാഷണലി അവിടുന്ന് ആക്ടിവേറ്റ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് വരാൻ നോക്കുക. ഇവിടെ നമ്മൾ ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലതാണ് അത് ചെയ്യുന്നത്. ടോട്ടൽ ഇവിടെ 2 സ്കൈ ബോക്സ് ആണ്, സ്കൈ ബോക്സ് 1 and 2. അത് നമുക്ക് ടോക്കൺ നമ്പർ വന്നിട്ട് ആ ടോക്കൺ നമ്പർ വെച്ചിട്ട് അവർ വിളിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. ഇപ്പോൾ നമ്മൾ സ്കൈ ബോക്സ് 2 അങ്ങോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് സ്കൈ ബോക്സ് 1 വരും. ആ കാണുന്നതാണ് സ്കൈ ബോക്സ് 2. ഇവിടെ നിന്ന് നമുക്ക് നിൽക്കാം. അതൊരു ഗ്ലാസ് ബ്രിഡ്ജാണ്. ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. ആ ഗ്ലാസ് ബ്രിഡ്ജ് ആക്ച്വലി ഹാങ്ങിങ് ആണ്. അതായത് ഈ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ചും ഔട്ട് സൈഡിലോട്ട് ഹാങ് ചെയ്ത് കിടക്കുക. അപ്പോൾ നമ്മൾ അവിടെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു താഴോട്ടൊന്നും കാണത്തില്ല. താഴെ ഫുള്ളും ബ്ലാങ്ക് ആയി. ദൂരെ കാണുന്നതാണ് മല. നോക്കിയേ, ഫുള്ള് മലയാണ്. ആ കാണുന്നതാണ് നമ്മൾ ഇന്നലെ മെനഞ്ഞാന്ന് രാത്രി പോയ ടിൻ ടവർ. ആ കാണും. അങ്ങനെ നമ്മൾ സ്കൈ ബോക്സ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഓക്കെ, താങ്ക് യു. ഇനി നമ്മൾ അടുത്ത യാത്രയ്ക്ക് പോവാം. ഇപ്പോൾ താഴെ ഇറങ്ങിയിട്ട് നമ്മുടെ ശർമ്മ ഗൈഡൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കുറച്ച് ലേറ്റായി പോയി. ഐ എം വെരി സോറി ശർമ്മ. കേരളത്തിൽ നമ്മൾ ബൈ ബൈ പറയാം. കേരളത്തിൻ്റെ ഫോട്ടോസ് കിട്ടി. കേരളത്തിൻ്റെ ഫോട്ടോസ് നല്ല മനോഹരമായ ഫോട്ടോസ് ഉണ്ട്. പക്ഷേ അവിടെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം, അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്യണം. 125 റിംഗറ്റ് പേയ്മെൻറ്റ് ചെയ്യണം. ഞാൻ വീണ്ടും നിങ്ങളുടെ ATM കാർഡ്, ഇൻ്റർനാഷണൽ ATM കാർഡ് ആക്ടിവേറ്റ് ചെയ്ത് വെച്ചേക്കും. 3 ഫോട്ടോസ് ഹാർഡ് കോപ്പി ആയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. പിന്നെ ബാക്കി 46 ഫോട്ടോസ് കിട്ടി. 46 ഫോട്ടോ കിട്ടി. 24 hours ആകുന്ന QR കോഡിൽ നമുക്ക് അതിൻ്റെ സോഫ്റ്റ് കോപ്പീസ് എടുക്കാം. പിന്നെ നമുക്ക് നാട്ടിൽ പോയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് കോപ്പി വേണമെങ്കിലും ഹാർഡ് കോപ്പി വേണമെങ്കിലും 125 കമ്പൽസറി പേയ്മെൻറ്റ് ചെയ്യണം.
അത് നമ്മൾ എക്സിറ്റ് ആയിരിക്കണം. എക്സിറ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സി, അത്യാവശ്യം നല്ല ചൂടുണ്ട്. നിങ്ങൾ വരുന്നവരൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഗ്ലാസ് അത്യാവശ്യമാണ്. പിന്നെ ഓൾവേസ് ക്യാരി വാട്ടർ ബോട്ടിൽ. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ബോട്ടിൽ എവിടെയെങ്കിലും റീഫിൽ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ബിൽഡിങ്ങിൽ പോയി കഴിഞ്ഞാൽ വാട്ടർ കാണും, അത് ഫില്ല് ചെയ്യാൻ പറ്റും. കാരണം എല്ലായിടത്തും ചില സ്ഥലത്തൊന്നും ഹോട്ടൽസോ ഡ്രിങ്ക്സ് ഏരിയ ഒന്നും അവൈലബിൾ ആവണമെന്നില്ല. അപ്പം എസ്പെഷ്യലി മാക്സിമം എന്തെങ്കിലും ഫ്രഷ് ജ്യൂസോ അല്ലെങ്കിൽ വാട്ടർ തന്നെ കുടിക്കാൻ നോക്കും. ഒരുപാട് സോഫ്റ്റ് ഡ്രിങ്ക്സ് വാങ്ങിച്ച് കുടിക്കാതിരിക്കാൻ ശ്രമിക്കും. കാരണം സോഫ്റ്റ് ഡ്രിങ്ക്സ് നിങ്ങൾ എത്ര കുടിക്കുന്നോ അത്രയും പിന്നെ ദാഹം വന്നുകൊണ്ടിരിക്കും. ഞങ്ങളുടെ എക്സ്പീരിയൻസ് പറഞ്ഞാണേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാം, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്. സോ വി ആർ ജസ്റ്റ് കീപ് വാക്കിംഗ്.